ഹായ് മകളെ, അങ്ങനെ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾക്കൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ അവൈലബിൾ ആവുക എന്നത്. ഇനി ഇൻ കേസ് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ തപ്പി പിടിച്ച് വന്നു, ഇനി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് കുറേ ചോദ്യങ്ങൾ കിട്ടി, പക്ഷേ അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുക എന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ചോദ്യം എഴുതി അതിൻ്റെ ഉത്തരം കൂടി കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പകുതി വെച്ച് സ്റ്റക്ക് ആവാറാണ് പതിവ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാ +2 സയൻസ് പഠിക്കുന്ന, സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ്, സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം അവർക്ക് അത്രയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ഞാനൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല പറയുന്നത്, ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബുക്ക് നോക്കിയ സമയത്ത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ കാണുന്ന പുസ്തകം കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കാണുന്ന മെറ്റീരിയൽസ് കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാമത്തേത്, ഞാൻ ഇത് മറിച്ച് നോക്കുകയാണ് കേട്ടോ. ഇതിൽ മറിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നാൽ അത്രയും വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഓരോ ചാപ്റ്ററിലും അത്രയധികം ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. സോ ഇത് മറിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഈ ഒരു ചാപ്റ്റർ, ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, നമുക്കറിയാം +2 ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള, ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ, അതായത് ഈ ഗൈഡ് മറിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് വായിക്കാനുള്ളൊരു തോന്നൽ ഇതിലൂടെ ക്രിയേറ്റ് ആവുകയാണ്. അതായത് ഒരു സൈക്കോളജി വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ കാണുന്ന മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തത് എന്നർത്ഥം. ഞാനൊക്കെ പൊതുവെ വായിക്കാൻ വളരെ ബാക്കിലുള്ള ഒരാളാണ്. പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ആണെങ്കിലും അതേ മെൻറ്റാലിറ്റി തന്നെയാണ്. എന്നാൽ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. നമുക്കിത് വായിച്ച് നോക്കണം, ഇതെനിക്ക് വായിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് പഠിക്കുന്ന സമയത്ത് ഒരു ബോറും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോവുക. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെറ്റീരിയൽ മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇനി അല്ല, സ്കൂളത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അതിനുശേഷമാണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതൊന്നും കാണാതെ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്യണം. എന്താ ഡിഫറൻസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ 2 കണ്ടീഷൻ, അതായത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്കൂളത്തെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് 100ൽ 110% എഫക്റ്റീവാണ്. അതായത് അത്രയധികം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇനി ഇതൊന്നും കാണാതെ ഒരു കുട്ടി മെറ്റീരിയൽ മാത്രം നോക്കുകയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിലുള്ള സ്ട്രക്ചറാണ് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഒന്നെങ്കിൽ സ്കൂളത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ ട്യൂഷനൊക്കെ കണ്ടുകൊണ്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയധികം ബെനിഫിറ്റാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും, അറ്റ്ലീസ്റ്റ് അല്ല നിർബന്ധമായിട്ടും ഒരു ക്ലാസ്സെങ്കിലും കാണുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവുന്നത്. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന മെറ്റീരിയൽ ഞാൻ അത്രയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള റീസണ്, ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പല മെറ്റീരിയൽ കണ്ടിട്ടുണ്ട്, ആ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ ഡിഫറൻ്റ് ആണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരുപാട് സിമ്പിൾസുകളുണ്ട്. ആ മെറ്റീരിയലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാറ്റക് എന്ന് പറഞ്ഞ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ടൈപ്പ് ചെയ്തത്. അതുകൊണ്ട് എന്താണോ മാത്തമാറ്റിക്സ് സിമ്പിൾസ് അത് കൃത്യമായിട്ട് ഈ മെറ്റീരിയൽ അതേ രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഈ ആദ്യ പേജിൽ തന്നെ ഈ ഒരു കോർണറിൽ ഞാൻ കണ്ടൊരു സാധനം ഉണ്ടാവും. ഈ കോർണറിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് മാത്സിലൊക്കെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. തീറ്റ, അതേപോലെ തന്നെ ആൽഫ, അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, d/dx എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സിമ്പിൾസുകൾ, വെക്ടറിൻ്റെ സിമ്പിൾസുകളൊക്കെ നിങ്ങൾ കാണാറുണ്ട്. ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് പലപ്പോഴും എല്ലാ സിമ്പിൾസും ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സിമ്പിൾസുകളും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അടക്കം ഈ കാണുന്ന പേജിൻ്റെ കോർണറിലായിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവെക്കുന്നത്. ഇനി ഇതിൻ്റെ രസകരമായുള്ള മറ്റൊരു പാർട്ടിലേക്ക് അടക്കമാണ്. ഞാനിങ്ങനെ പേജ് ഇങ്ങനെ മറിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതായത് ഒരു കുട്ടി ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴായിട്ടും എക്സാമിൻ്റെ സമയമാകുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഈ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസും എനിക്ക് ഓർഡറിലൊന്ന് എഴുതി തരാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യത്തിന് നമ്മൾ പലപ്പോഴായിട്ട് ലാസ്റ്റിലേക്കാണ് കുട്ടികൾക്ക് ഉത്തരങ്ങൾ കൊടുക്കാറുള്ളത്, വീഡിയോകളായിട്ടും അല്ലാതൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ മെറ്റീരിയൽ വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഇപ്പോൾ നോക്കി, ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇക്വേഷൻസുകളും നിങ്ങൾക്കൊരു പേജിലൊരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം, ഈ കാണുന്ന ഓരോ അടുത്തൊരു പേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു ടോപ്പിക്ക്, അതിൻ്റെ എക്സാമ്പിൾ, ആ എക്സാമ്പിൾ 2 രീതിയിലാണ് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് പഠിക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് അതിൽ കിടക്കും. ഇപ്പോൾ ഇതിൽ സേ എക്സാം 2024 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊരു എക്സാമ്പിൾ വരുന്നത്, അതിൻ്റെ സൊല്യൂഷൻ അടക്കം അതിലുണ്ട് കേട്ടോ, അതായത് ഏതാണ് ആൻസർ എന്നുള്ളത് അതിലുണ്ട് കൃത്യമായിട്ട്. രണ്ടാമത് നിങ്ങൾ നോക്കുക, എക്സാമ്പിൾ 2 കാണിക്കുന്നത് NCERT ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യനാണ്. NCERT അതായത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അടക്കം ഡീറ്റെയിൽ സൊല്യൂഷൻ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ചോദ്യവും എവിടെ നിന്നാണ്, NCERT ആണോ, സേ എക്സാം ആണോ, ഇനിയല്ല പബ്ലിക് എക്സാമിന് വന്നതാണോ, ഇവിടെ മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, മാർച്ച് 2002 എന്ന് കാണാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഒരു ചാപ്റ്ററിന് അവൈലബിൾ ആണ്. ഇനി
ഇതിനേക്കാൾ രസമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ പേജ് മറിച്ച് പോകുന്ന സമയത്ത് ഞാൻ എത്ര മറിച്ചിട്ട് ഈ പേജ് തീരുന്നില്ല. ഒന്നാമത്തെ നിങ്ങൾക്കറിയാം, ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്രയധികം ഡീപ്പായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. ആ ലാസ്റ്റിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ തന്നെ അത്രയധികം പേജ് മറിക്കേണ്ടതുണ്ട്. അത്രയധികം പേജ് മറിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അത്രയധികം ചോദ്യങ്ങളും അത്രയധികം എക്സാമ്പിൾസ്, അതിന് ആൻസേഴ്സ് ഇതിൽ അവൈലബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞാൻ ഈ ലാസ്റ്റ് പേജിലേക്ക് എത്തിയിട്ട് അവസാനം. അപ്പോൾ ലാസ്റ്റ് പേജിലേക്ക് എത്തിയ സമയത്ത് ഞാൻ അവിടെ ഒരു കിഡ്ലൻ സാധനം കണ്ടു. അത് സൈലം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 30 മാർക്കിൻ്റെ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാം. ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ, ഉത്തരം അതിലില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ എക്സാമിൻ്റെ ആൻസർ എഴുതുകയും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പലപ്പോഴും നിങ്ങൾ ചോദിക്കാൻ സാർ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് എല്ലാ ചാപ്റ്ററിലും അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൊല്യൂഷൻ അവൈലബിൾ അല്ല എന്നുള്ളത്. അതിനുള്ളൊരു മറുപടിയാണ് ഞാനിനി തരാൻ പോകുന്നത്. ഈ കാണുന്ന മെറ്റീരിയലിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് 2 സ്കാനേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സ്കാനറിൻ്റെ അടിയിലുണ്ട് സ്കാൻ ടു ഗെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അത് ഓരോ ചാപ്റ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് 14 ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ് 13 പ്ലസ് ടുവിലുള്ളത്. ആ 13 ചാപ്റ്ററിലെയും എല്ലാ അവസാന പേജിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിക്കൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്തു വെച്ചതാണ് ഈ സ്കാനർ സ്കാൻ ചെയ്യുന്നതോടെ നിങ്ങൾ എത്താൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സേ എക്സാം 2025 ആൻസർ കീ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ PDF ആയിട്ട് അതിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്താക്കി കിട്ടും, ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചതിന് ശേഷം അതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ സേ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ NCERT ക്വസ്റ്റ്യൻസ്, പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കിടിലൻ മെറ്റീരിയലിന് നിങ്ങൾ വിചാരിക്കണം ഭയങ്കര പൈസ കൊടുക്കണം എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂഷനിൽ പോകണം, ഇനി അല്ലെങ്കിൽ മറ്റു ഇതിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീസുകൾ വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റണം. അത് പകുതി വെച്ച് സ്റ്റെക്ക് ആയാൽ പോലും അത് ആ സ്റ്റെക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി നിങ്ങൾക്ക് സാധിക്കണം. സോ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്ന ഒരു മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇത് മാത്സിൻ്റെ മാത്രം ഒരു ഭാഗമാണ്. സോ ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന എല്ലാ +2 സ്റ്റേറ്റ് മാത്തമാറ്റിക്സ് പാർട്ട് 2 ഇതുപോലെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാം, അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ആ QR കോഡ് കിട്ടുന്നതാണ്. അതിൽ കൊടുത്താൽ നിങ്ങൾക്ക് പർച്ചേസ് നൗ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈലം ഓൺലൈൻ സ്റ്റോറിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് എത്തിക്കും. 1500 രൂപ വിലയുള്ള ഈ കാണുന്ന മെറ്റീരിയൽ, ഈ കാണുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും മെറ്റീരിയൽ കിട്ടാൻ നിങ്ങൾക്കിപ്പോൾ 1150 രൂപ കൊടുത്താൽ മതി. PCMB ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അറ്റ് ജസ്റ്റ് 1150 റുപ്പീസ് കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് യൂസ് ചെയ്യുക. ഇത് ഞാനൊരു പ്രൊമോഷൻ്റെ ഭാഗം മാത്രമായിട്ട് പറയല്ല, കാരണം ഇത് നോക്കിയ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ പതിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും അത് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത് നിങ്ങളുടെ മുന്നിലേക്ക്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലിനിയർ LPPൻ്റെ ഒക്കെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ ഗ്രാഫായിട്ട് തന്നെ കൃത്യമായിട്ട് HD ക്ലാരിറ്റിയോട് കൂടി തന്നെ, അതായത് ഒരു പ്രിൻറ്റിങ്ങിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു പേജ് പോലോ നിങ്ങൾക്കില്ല. എല്ലാം കൃത്യമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം ചില ക്വാളിറ്റി കുറഞ്ഞ പ്രിൻ്റാണ് എങ്കിൽ അതിൽ മഷി കലർന്നതുണ്ടാവും, വായിക്കാൻ പറ്റാത്തതുണ്ടാവും, അലൈൻമെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതൊന്നും അല്ലാതെ കൃത്യമായിട്ട് ഓരോ പിക്ചറും അടിപൊളിയായിട്ട് കാണുന്ന രീതിയിലാണ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തത്. ഹെൽപ്ഫുൾ ആവും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. സോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫോർ സൈലന്റ് ലേണിംഗ്. ബൈ.